നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വർഷ വിളിച്ചപ്പോ വിക്രമിന്റെ കമ്പനിയിൽ ഒരു ജോലി നിനക്ക് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷ അത് ശരിയാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അങ്ങനെ ചോദിച്ചത്? മോളെ, അത് എനിക്ക് ആരുടെ അവതാരം വേണ്ട. അമ്മ ഇനി ഇത് ആവർത്തിക്കരുത്. പന്തനെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെയാ. എന്റെ ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം. സത്യം പറഞ്ഞ നിന്നെ കുറിച്ച് ആലോചിച്ച് പല രാത്രിയിലും ഈ ചേച്ചിക്ക് ഉറക്കം വരാറില്ല. നിനക്കറിയോ, ഞാനിങ്ങനെ ഉറങ്ങാതെ കിടക്കുമ്പോ ഭാവ സതീഷിട്ട് എണ്ണിച്ചു വന്ന് കാര്യം എന്താന്ന് അന്വേഷിക്കും. കാര്യം കേട്ട് കഴിയുമ്പോ എല്ലാം ശരിയാകും, സമാധാനിക്കെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഞാൻ എടുത്തു വളർത്തിയ കുഞ്ഞാണല്ലോ നീ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് 2 പെൺമക്കളാ. പലരും എന്നോട് ചോദിച്ചു, മൂത്താള് നിൽക്കുമ്പോ എന്തിനാ ഓടിപ്പിടിച്ച് ഇളയതിന്റെ കല്യാണം നടത്തിയതെന്ന്. ഞാൻ അവരോട് എന്ത് മറുപടി പറയാനാ മോളെ? ഗതികേട്. മൂത്ത സഹോദരിക്ക് ജാതകദോഷവാ, അതുകൊണ്ടാ ഇളയ സഹോദരി വർഷയുടെ കല്യാണം നടത്തിയതെന്ന് ഒരു വിധത്തിൽ സതീഷേട്ടൻ പറഞ്ഞു ഒപ്പിച്ച്. സതീഷേട്ടനല്ല, ഞാൻ തന്നെയാ പറഞ്ഞത്. എന്നാലും ഇങ്ങനൊരു ഭാഗ്യദോഷമുണ്ടോ? ഉള്ളത് ഞാൻ പറയും. ഈ നശിച്ച സാധനത്തിനെ കൊണ്ടുവന്നപ്പോ തൊട്ടാ നിന്റെ ജീവിതത്തിൽ ശനിദശ തുടങ്ങിയത്. ഇനി മോളെ, നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ചൊവ്വാദോഷവും പാവദോഷവും കൊണ്ട് പെൺകുട്ടികൾക്ക് കല്യാണം മുടങ്ങിയെന്നൊക്കെ വരും. അതേ ദോഷമുള്ളൊരു ജാതകക്കാരനെ കിട്ടുമ്പോ കല്യാണം അങ്ങ് നടക്കും. അതാ നാട്ടു നടപ്പ്. പക്ഷെ കല്യാണം കഴിക്കാതെ ഒക്കത്തൊരു കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ട് കിടക്കുന്നവളെ ആര് കെട്ടും? നീ പറയാതൊന്നു. ചേച്ചി, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ചേച്ചിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. സ്വന്തം കൂടെ പറപ്പാ വർഷ. അവക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയതിലേ മനസ്സ് നീർന്ന് നടന്നിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കണ്ണുവെച്ച് ആ പാവം കൊച്ചിന്റെ താലുകൂടി പൊട്ടിച്ചു കളയാതെ ഈ നശിച്ച ജന്മത്തെ ഈ വീട്ടിൽ നിന്ന് അടിച്ചാക്കി വിടാവോ? ഇതിന്റെ തലയെടുത്തപ്പോഴേ തന്തയും തള്ളയും ചത്തു. നിർത്ത്. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് മാന്യതയോടെ പെരുമാറിയിട്ടുള്ളൂ. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് എന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതില് അസൂയാണത്രേ. പേടി, എനിക്ക് പേടി. ഒരു വല്യേച്ചി വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു പോയിട്ട് പാവ അച്ഛനും അമ്മയും പറ്റിച്ച് ഓരോന്ന് പിഴിഞ്ഞെടുക്കാനല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ കാല് കുത്തിയിട്ടുണ്ടോ? കൂടപ്പറപ്പുകളോട് പോട്ടെ, പെറ്റ വയറിനോടെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നാട്ടിൽ നോട്ടീസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ശീലാവധി നടക്കുന്നു. അത് ഞാൻ അങ്ങ് സഹിച്ചു. പഠിക്കുന്ന കാലത്ത് ചേച്ചി ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്വന്തം പെങ്ങള് കാരണം നാണക്കേട് കൊണ്ട് കോളേജ് പഠനം പകുതി വഴിക്ക് നിർത്തിയ ഒരു ആങ്ങള ഈ വീട്ടിലും കാണും. അതൊരു പ്രകാശേട്ടൻ. കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പക്ഷെ സതീശേട്ടൻ എങ്ങനെ ഇത് കേട്ടോണ്ട് വന്ന പാവം 2 പെൺകുഞ്ഞുങ്ങളുടെ ഭാവി പെരുവഴിയിലായി പോവും. ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്ക്. അതിനുശേഷം ഉപദേശിക്കാൻ ഇറങ്ങ്. ഇവൾ എന്റെ സ്വന്തം മോള. പ്രസവിച്ച മാത്രമേ സ്വന്തം മോളാവൂ എന്നൊന്നുമില്ല. മനസാക്ഷി ഉണ്ടായ മാത്രം മതി. ഇനി എന്റെ കുഞ്ഞിന് നേരെ ഒരു വാക്കുച്ചരിച്ച കൂടെപ്പിറപ്പും സെന്റിമെന്റ്സ് ഒക്കെ ഞാനങ്ങ് മറക്കും. മോൾക്ക് വിഷമായോ? ഇല്ല വന്ന്
വന്ദനമ്മേ. വന്ദനമ്മ വല്യമ്മേനെ വരക്ക് പറഞ്ഞപ്പോ ദിയമോൾക്ക് സന്തോഷായി. നീള് കൊള്ളാലോ. എന്നാലേ വന്ദനം ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണം. എന്തു പറയുന്നു? നീ എങ്ങോട്ട് പോവാ? അമ്മേ, അത് മോളെ, അമ്മ പറഞ്ഞതല്ലേ, അതെല്ലാം വിട്ടേക്ക്. ഇനിയും ആ കേസിന് പുറകെ പോയാ അമ്മയ്ക്ക് ഒരു സമാധാനവും കാണില്ല. അയ്യോ അമ്മേ, ഞാൻ കേസിന്റെ കാര്യമായിട്ട് പോവല്ല. അങ്ങനെ പോവാണെങ്കിൽ തന്നെ അതിന് പണം വേണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു ജോലിയാ. ജോലിയും വരുമാനം ഉണ്ടെങ്കിലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവും. അതെ, 2-3 അപേക്ഷ കൊടുത്തിരുന്നു. ഒരിടത്ത് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്ക. ഇന്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്ന് നേരിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാമേ. അത് വേണ്ട മോളെ. ഞാൻ വർഷ വിളിച്ചപ്പോ വിക്രമിന്റെ കമ്പനിയിൽ ഒരു ജോലി നിനക്ക് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷ അത് ശരിയാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അങ്ങനെ ചോദിച്ചത്? മോളെ, അത് എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. അമ്മ ഇനി ഇത് ആവർത്തിക്കരുത്. വന്ദനെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെയാ. എന്റെ ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം. ഹലോ, എന്താണ്? എന്റെ പ്രിയതമ പകൽക്കിനാവ് കാണുവാണോ? അല്ല, ഞാൻ ഓരോന്നിങ്ങനെ ആ, ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. അതാ ഒന്ന് മയങ്ങിപ്പോയി. സോറി. ഏയ്, അതിലൊന്നും കാര്യമില്ല. അല്ല, ഒന്ന് ചോദിക്കട്ടെ, വർഷയുടെ വീട്ടിൽ ഇപ്പോഴും അച്ഛൻ ജോലിക്കിറങ്ങുമ്പോ അമ്മ മുടങ്ങാത്ത ശകുനം വരാറുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് അത് വെറും വിശ്വാസം മാത്രമല്ലെന്നാ. പിന്നെ ആ ശകുനം വരവിന്റെ പിന്നിൽ ഒരു മനോഹരമായ പ്രണയം ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യാടോ? അതെ, മാധവൻ നായർ ചന്ദ്രിക വർമ്മ പ്രണയ ജോഡികളിലെ ആരും കൊതിക്കുന്ന ഒരു മൗന പ്രണയം. അല്ല, വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒളിച്ചോട്ടായിരുന്നല്ലോ അത്. ഇതൊക്കെ വർഷ പറയാതെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതാണ്. അത് പിന്നീട് ഒരിക്കൽ പറയാം. യോ, പങ്ക്ച്വാലിറ്റി അതാണ് പ്രധാനം. ഏതായാലും എന്റെ പ്രിയതമയുടെ മൂഡ് ഓഫ് അങ്ങ് മാറിയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.